തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ കോൺഗ്രസിലെ ശക്തികേന്ദ്രങ്ങൾ മാറിമറിയുകയാണോ എന്ന ചർച്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ. രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച് NSSും തൊട്ടുപിന്നാലെ SNDPയും രംഗത്തെത്തിയതാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സാമുദായിക സംഘടനകൾക്കും നേതാക്കൾക്കുമുള്ള പ്രാധാന്യം ചെറുതല്ല. മന്ത്രിമാരെയും പാർട്ടി നേതൃത്വത്തെയും ഒക്കെ സാമുദായിക നേതാക്കൾ നിശ്ചയിച്ചു നൽകുന്ന പതിവുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. VD സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം അത് നടക്കുന്നില്ല എന്ന പരാതി NSSനും SNDPക്കും ഒക്കെയുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം പാർട്ടിയിൽ കൂടുതൽ ശക്തനാകാൻ ശ്രമിക്കുന്ന ചെന്നിത്തലയ്ക്ക് സാമുദായിക നേതാക്കളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ആർക്കും തന്നെ വിമർശിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സാമുദായിക നേതാക്കളുടെ വിമർശനങ്ങളെ കാര്യമാക്കുന്നില്ല എന്ന മറുപടിയാണ് VD സതീശൻ നൽകുന്നത്. ഞാൻ കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞതല്ലേ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന ആളാണ്. ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയിൽപ്പെട്ടവർ പാർട്ടി വേദിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത ആളുകൾക്കൊക്കെ പൊതുവായി വിമർശിക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് തിരുത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ തെറ്റ് തിരുത്താം. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല. പിന്നെ NSSനെ ഞാൻ പുകഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇന്നലെ ഇല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം, NSSനെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ 2022-ലും 2023-ലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ അയച്ചുതരാം. ഞാൻ ഇന്നലെയാണോ NSSനെ പുകഴ്ത്തി പറഞ്ഞത്? NSS എടുത്ത വർഗീയതയ്ക്കെതിരായ അതിശക്തമായ നിലപാട്. പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസിൽ നടക്കുന്ന നീക്കങ്ങൾക്ക് സാമുദായിക നേതാക്കളുടെ പ്രതികരണങ്ങൾ ചെറുതല്ലാത്ത ഊർജമാണ് നൽകുന്നത്. അത് മുതലെടുക്കാൻ സതീശൻ വിരുദ്ധരും പ്രതിരോധിക്കാൻ സതീശൻ പക്ഷവും കച്ചകെട്ടിയിറങ്ങുന്നതോടെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസിലുണ്ടാകും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.